Hi, good morning students. Today we will see about the thermodynamics. Thermal properties, thermodynamics, kinetic theory. ഇത് 3 ചാപ്റ്ററിനും കൂടി 4 ക്വസ്റ്റ്യൻ ആണ് നീറ്റ് എക്സാമിൽ അല്ലെങ്കിൽ ജെഇ എക്സാമിന് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ചാപ്റ്റേഴ്സ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ചോദിക്കാം. സാധാരണ കണക്ട് ചെയ്യാറുള്ളത് തെർമോഡൈനാമിക്സും അതേപോലെ കൈനറ്റിക് തിയറിയുമാണ്. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്കറിയാം, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലേ. ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ്ഡ് അല്ലെങ്കിൽ റിജക്റ്റഡ് അല്ലേ. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി ചേഞ്ച്. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം അല്ലെങ്കിൽ ബൈ ദ സിസ്റ്റം. ഇനി ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുമ്പോൾ സൈൻ കൺവെൻഷൻ ഉപയോഗിക്കണം. അപ്പോൾ എന്താ സൈൻ കൺവെൻഷൻ നോക്കാം. ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്ത സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡെൽറ്റ ക്യൂ പോസിറ്റീവാണ്. അപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിലോ ഡെൽറ്റ ക്യൂ നെഗറ്റീവാണ് വരിക അല്ലേ. അടുത്തത് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്താൽ ഇന്റേണൽ എനർജി ഇൻക്രീസസ്. ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്താൽ ഡെൽറ്റ യു പോസിറ്റീവാണ്. അപ്പോൾ ഡിക്രീസ് ചെയ്താലോ ഡെൽറ്റ യു നെഗറ്റീവാണ്. അതേപോലെ മൂന്നാമത്തത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു പോസിറ്റീവാണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ് ഇവിടെ ഡെൽറ്റ ഡബ്ല്യു നെഗറ്റീവ് ആകുന്നത്. അപ്പോൾ ഇവിടെ കെമിസ്ട്രിയും ഫിസിക്സും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കെമിസ്ട്രി നേരെ തിരിച്ചാണ് അല്ലേ. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഡബ്ല്യു ഏതാ വരിക? പോസിറ്റീവ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി നമുക്ക് പറയേണ്ടത് രണ്ട് മേജർ ആയിട്ടുള്ള തെർമോഡൈനാമിക് പ്രോസസ്സ്. അതിൽ ഫസ്റ്റ് ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ പ്രോസസ്സ് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ് അല്ലേ. ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ ഏതാ വരുന്നത്? പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? പി വൺ വി വൺ ഈക്വൽ ടു ഏത് എഴുതാം? പി ടു വി ടു. ഈ രൂപത്തിൽ എഴുതാം. അപ്പോൾ ഇത് ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷനാണ്. ഇനി നമുക്ക് ഇവിടെ പി വി ഡയഗ്രം വരയ്ക്കാം. പി വി ഡയഗ്രം. പ്രഷർ വൈ ആക്സിസിൽ, വോളിയം എക്സ് ആക്സിസിൽ അല്ലേ. പി വി ഡയഗ്രം വരച്ചാൽ ഐസോതെർമലും അഡിയാബാറ്റിക്കും ഗ്രാഫ് ഏകദേശം ഒരേപോലെയാണ്. ബട്ട് ഇവിടെ സ്ലോപ്പ് കുറവാണ്. ഐസോതെർമലിലെ സ്ലോപ്പ് കുറവായിരിക്കും, പി വി ഡയഗ്രത്തിന്റെ സ്ലോപ്പ് കുറവാണ്. ഇനി നമുക്ക് ഇതിൽ പറയേണ്ടത് ഐസോതെർമൽ പ്രോസസ്സിൽ പി വി ഡയഗ്രത്തിന്റെ സ്ലോപ്പ് ഓഫ് പി വി ഡയഗ്രം, സ്ലോപ്പ് വരുന്നത് മൈനസ് പി ബൈ വി ആണ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൽ പി വി ഡയഗ്രത്തിന്റെ സ്ലോപ്പ് ഏതാ വരുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പി ബൈ വി ആണ്. ഇനി ഐസോതെർമൽ പ്രോസസ്സിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്താൽ എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലേ. ബട്ട് ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇന്റേണൽ എനർജി ചേഞ്ച് 0 ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഏതാ വരിക? ഡെൽറ്റ ഡബ്ല്യു ആണ്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് വർക്ക് ഡൺ ബൈ ഐഡിയൽ ഗ്യാസ് ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്.
ഐസോതെർമൽ പ്രോസസ്സിൽ വർക്ക് ഡൺ ബൈ ആൻ ഐഡിയൽ ഗ്യാസ് ഏതാ ഇക്വേഷൻ വരുന്നത് mu RT ഇൻറ്റു ln എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗ് ln V2 ബൈ V1. അപ്പോൾ ഇതാണ് വർക്ക് ഡൺ ബൈ ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. ഇവിടെ തന്നെ ഈ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് mu RT ഇൻറ്റു ഏത് എഴുതാം ലോഗ് P1 ബൈ P2 ഈ രൂപത്തിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഐസോതെർമൽ പ്രോസസ്സിൽ പറയേണ്ടത്. ഇനി നമുക്ക് പറയേണ്ടത് അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ് അഡിയബാറ്റിക് പ്രോസസ്സിൽ അപ്പോൾ ഇറ്റ് ഈസ് ദ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ദർ ഈസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത ഇതിൻ്റെ ഇക്വേഷൻ ഏതാ ഇക്വേഷൻ PV റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതേ ഇക്വേഷനെ തന്നെ നമുക്ക് വേണമെങ്കിൽ P1 V1 റൈസ് ടു ഗാമ ഈക്വൽ ടു P2 V2 റൈസ് ടു ഗാമ ഈ രൂപത്തിൽ എഴുതാം. ഇനി ഇവിടെ തന്നെ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട് TV റൈസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് എഴുതാം T1 V1 റൈസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു T2 V2 റൈസ് ടു ഗാമ മൈനസ് 1. അതേപോലെ തന്നെ ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ്റെ രൂപത്തിൽ എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ P റൈസ് ടു 1 മൈനസ് ഗാമ T റൈസ് ടു ഗാമ ഇതാണ് വരിക. P റൈസ് ടു 1 മൈനസ് ഗാമ T റൈസ് ടു ഗാമ ഇറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ ഈ രൂപത്തിലും എഴുതാം. അപ്പോൾ ഇത് വേണമെങ്കിൽ P1 റൈസ് ടു 1 മൈനസ് ഗാമ T1 റൈസ് ടു ഗാമ ഈക്വൽ ടു P2 റൈസ് ടു 1 മൈനസ് ഗാമ T2 റൈസ് ടു ഗാമ ഈ രൂപത്തിലും എഴുതാം. ഇനി നമുക്ക് പറയേണ്ടത് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ സ്ലോപ്പാണ്. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ PV ഡയഗ്രം. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ PV ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ അതേ രൂപത്തിൽ തന്നെ. ബട്ട് ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഒന്നുകൂടി കൂടും. വ്യത്യാസം വരുന്നത് സ്ലോപ്പ് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇത് PV ഡയഗ്രം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ ബട്ട് സ്ലോപ്പ് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യും. കാരണം ഇതേതാണ് അഡിയബാറ്റിക് പ്രോസസ്സാണ്. ഇവിടെ ഗ്രാഫിൻ്റെ സ്ലോപ്പ് വരുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് P/V ആണ് നേരത്തെ നമ്മൾ എഴുതിയത്. ഇവിടെ വരെ മൈനസ് ഗാമ ടൈംസ് P/V ആണ്. ഒരു മൈനസ് അല്ലേ. അപ്പോൾ ഗാമ ടൈംസ് മൈനസ് P/V. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിലും അഡിയബാറ്റിക് പ്രോസസ്സിലും സ്ലോപ്പ് തമ്മിലുള്ള റിലേഷൻ എന്താ? അഡിയബാറ്റിക് പ്രോസസ്സിലെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഗാമ ടൈംസ് ഐസോതെർമൽ പ്രോസസ്സിലെ സ്ലോപ്പാണ്. ഇനി നമ്മൾ ഇവിടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്താൽ അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വരുന്നത് ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W. ബട്ട് ഇവിടെ ഡെൽറ്റ Q 0 ആണ്. അപ്പോൾ ഡെൽറ്റ U വരിക ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ W അല്ലെങ്കിൽ ഡെൽറ്റ W ഈക്വൽ ടു മൈനസ് ഡെൽറ്റ U ഈ രൂപത്തിലാണ് വരിക. ഇനി നമുക്ക് അഡിയബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ഡൺ ബൈ ആൻ ഐഡിയൽ ഗ്യാസ്. അഡിയബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ഡൺ ബൈ ആൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വരുന്നത് 1/1 മൈനസ് ഗാമ ഇൻറ്റു P2 V2 മൈനസ് P1 V1 ആണ്. ഏതാണ് 1/1 മൈനസ് ഗാമ ഇൻറ്റു P2 V2 മൈനസ് P1 V1. ഇതിനെ തന്നെ നമുക്ക് എഴുതാം ടെമ്പറേച്ചറിൻ്റെ രൂപത്തിൽ എഴുതുമ്പോൾ μR/1 മൈനസ് ഗാമ ഇൻറ്റു P2 V2 ഏതാണ് T2, P1 V1 ഏതാണ് T1 അല്ല μR T1 ആണ്, മറ്റേത് μR T2 ആണ്. μR ഔട്ട്സൈഡ് എഴുതിയത് കൊണ്ട് ആ രൂപത്തിൽ എഴുതാണ്. അപ്പോൾ വർക്ക് ഡൺ വരിക μR/1 മൈനസ് ഗാമ ഇൻറ്റു T2 മൈനസ് T1 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പറയേണ്ടത് കാർനോട്ട് എഞ്ചിനാണ് പറയേണ്ടത്. അപ്പോൾ നോക്കുക, കാർനോട്ട് എഞ്ചിൻ്റെ കേസിൽ കാർനോട്ട് എഞ്ചിന് അല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിൻ എവിടെയും പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ആകെ പഠിക്കേണ്ടത് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. എഫിഷ്യൻസി പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ഹീറ്റ് അബ്സോർബ്ഡ് അല്ലേ. ഇത് പെർസെൻറ്റേജ് പറയുമ്പോൾ ഇൻറ്റു 100. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത് Q1 മൈനസ് Q2 ഹീറ്റ് അബ്സോർബ്ഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ്
ഡിവൈഡഡ് ബൈ Q1. ഇതിനെ നമുക്ക് ഇക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതാം? 1 മൈനസ് Q2 ബൈ Q1 എഴുതിക്കൂടെ? ഇതേ ഇക്വേഷനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് T2 ബൈ T1. അപ്പോൾ Q2 ബൈ Q1 എന്ന് പറഞ്ഞാൽ ഏതിന് തുല്യമാണ്? T2 ബൈ T1 തുല്യമാണ്. എഫിഷ്യൻസി പെർസെൻറ്റേജ് പറയണമെങ്കിൽ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നമുക്ക് അറിയേണ്ടത് റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്ററിൽ നമ്മൾ പഠിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ആണ്. ഇവിടെ എഫിഷ്യൻസി, അവിടെ ഏതാണ്? കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ആൽഫ. ആൽഫന്റെ ഇക്വേഷൻ വരുന്നത് Q2 ഡിവൈഡഡ് ബൈ W അല്ലെ? ഹീറ്റ് റിജക്റ്റഡ്, ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദ സറൗണ്ടിങ്. Q2 ഡിവൈഡഡ് ബൈ W അല്ലേ? അപ്പോൾ ഈ Q2 ഡിവൈഡഡ് ബൈ W ഏതെന്നാണ് ഇക്വേഷൻ? Q1 മൈനസ് Q2 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഏത് രൂപത്തിൽ എഴുതാം? T2 ഡിവൈഡഡ് ബൈ T1 മൈനസ് T2. ഇനി നോക്കുക, കാർനോട്ട് എഞ്ചിൻ ആണെങ്കിലും റെഫ്രിജറേറ്റർ ആണെങ്കിലും T2 ബൈ T1 ഏതിന് തുല്യമാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു Q2 ബൈ Q1. അപ്പോൾ ഇത് രണ്ട് സ്ഥലത്ത് ഉപയോഗിക്കാം. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കാം, കാർനോട്ട് എഞ്ചിനിൽ ഉപയോഗിക്കാം. T2 ബൈ T1 ഈക്വൽ ടു ഏതിന് തുല്യമാണ്? Q2 ബൈ Q1. ഇനി നമുക്ക് ഇതിൽ പറയേണ്ടത് ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സാണ്. ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ രണ്ട് തെർമോഡൈനാമിക് പ്രോസസ്സ് നിങ്ങൾ പഠിച്ചു. ഏതൊക്കെ? ഐസോതെർമലും അഡിയാബാറ്റിക്കും. അപ്പോൾ ഇത് നമ്മൾ ഗ്രാഫിക്കലായിട്ട് കാണിക്കുകയാണ്. ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്. PV ഗ്രാഫ്. ഓക്കെ, PV ഡയഗ്രത്തിൽ കാണിക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഐസോബാറിക് പ്രോസസ്സാണ്. ഐസോബാറിക് പ്രോസസ്സ് വരിക PV ഡയഗ്രാം ഈ രൂപത്തിലാണ് വരിക. ഐസോബാറിക് പ്രോസസ്. കാരണം ഏത് കോൺസ്റ്റന്റ് ആണ്? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതേത് പ്രോസസ്സാണ്? ഐസോബാറിക് പ്രോസസ്സാണ് അല്ലേ? ഇനി ഐസോകോറിക് പ്രോസസ് ആകുമ്പോൾ വോളിയം കോൺസ്റ്റന്റ് വരിക. അപ്പോൾ ഗ്രാഫ് നേരെ താഴോട്ട് വരും. ഇതേതാണ്? ഐസോകോറിക് പ്രോസസ്സാണ്. ഇനി നമുക്ക് ഇതിൽ പറയേണ്ടത് ഐസോതെർമൽ പ്രോസസ് ഉണ്ട്, അഡിയാബാറ്റിക് പ്രോസസ് ഉണ്ട്. ഐസോതെർമൽ പ്രോസസ് ഗ്രാഫ് നോക്കുക. ഐസോതെർമൽ പ്രോസസ് ഈ രൂപത്തിൽ വരും. ഐസോതെർമൽ. അഡിയാബാറ്റിക് ആകുമ്പോൾ ഒന്നുകൂടി സ്റ്റീപ്പായിരിക്കും ഗ്രാഫ്. അപ്പോൾ ഇതേതാണ്? ഐസോതെർമൽ. ഇതേത് പ്രോസസ്സാണ്? അഡിയാബാറ്റിക്. ഓക്കെ, അപ്പോൾ ഇവിടെ PV ഡയഗ്രത്തിൽ ഏത് തെർമോഡൈനാമിക്സ് ആണെങ്കിലും PV ഡയഗ്രത്തിൽ ഏത് തെർമോഡൈനാമിക് പ്രോസസ് ആണെങ്കിലും ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വർക്ക് ഡൺ ആണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ PV ഡയഗ്രത്തിന്റെ ഏരിയ കണ്ടാൽ മതി. ഇനി നമുക്കുള്ളത് ഒരു സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ പ്രത്യേകത അവിടെ നിങ്ങൾ ലൂപ്പ് ഏരിയ മാത്രം കണ്ടാൽ മതി. സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ PV ഡയഗ്രത്തിൽ നിന്ന് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് കണ്ടാൽ മതി? ലൂപ്പ് ഏരിയ. ലൂപ്പ് ഏരിയ ഏതിന് തുല്യമായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് തെർമോഡൈനാമിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
if the amount of heat given to a system is, അപ്പോൾ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യാം അല്ലേ, അപ്പോൾ ഡെൽറ്റ ക്യൂ ഹീറ്റ് കിട്ടുകയാണ്, അപ്പോൾ പോസിറ്റീവ് ആണ്, +35 ജൂൾ. ആൻഡ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഈസ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ബൈ ദ സിസ്റ്റം പോസിറ്റീവ് ആണ്, ഓൺ ദ സിസ്റ്റം ഏതാണ്, നെഗറ്റീവ് ആണ്, അപ്പോൾ -15 ജൂൾ. ദെൻ ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, അപ്പോൾ ഡെൽറ്റ യു ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് ഉപയോഗിക്കാം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിക്കാം. അപ്പോൾ ഏതാ ഇക്വേഷൻ വരിക, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഏതാ, ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡെൽറ്റ യു കാൽക്കുലേറ്റ് ചെയ്യാം. ഡെൽറ്റ യു ഏതാ വരിക, ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഏതാ, 35 മൈനസ് 15. അപ്പോൾ ഇത് വരിക, ഇറ്റ് ഈസ് 50 ജൂൾ. അപ്പോൾ ഏതാ ആൻസർ വരിക, ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Q, E and W denote respectively the heat added, change in internal energy and work done in a closed cyclic process. Then ഒരു ക്ലോസ്ഡ് സൈക്ലിക് പ്രോസസ്സിൽ തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഒറിജിനൽ സ്റ്റേറ്റും ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആയിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. അപ്പോൾ സൈക്ലിക് പ്രോസസ്സിൽ, ക്ലോസ്ഡ് സൈക്ലിക് പ്രോസസ്സിൽ ടെമ്പറേച്ചർ സെയിം ആയതുകൊണ്ട് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ എനർജി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തത് ഏതാണ്, ഇ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ, ഇ ഈക്വൽ ടു 0. ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ 110 ജൂൾ ഓഫ് ഹീറ്റ് ഈസ് ആഡഡ് ടു എ സിസ്റ്റം. അപ്പോൾ ഹീറ്റ് ആഡ് ചെയ്തതാണ്, അപ്പോൾ ഡെൽറ്റ ക്യൂ സിസ്റ്റത്തിന് ഹീറ്റ് കിട്ടിയതാണ്, +110 ജൂൾ. പിന്നെ പ്രോബ്ലത്തിൽ തന്നത് ദ ഇന്റേണൽ എനർജി ചേഞ്ച്. അപ്പോൾ ഹീറ്റ് സപ്ലൈ ചെയ്താൽ സ്വാഭാവികമായിട്ടും ഇന്റേണൽ എനർജി കൂടുക ചെയ്യാം, അപ്പോൾ +40. ദെൻ ദ എമൗണ്ട് ഓഫ് എക്സ്റ്റേണൽ വർക്ക് ഡൺ. അപ്പോൾ ഏതാ ഇക്വേഷൻ, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡെൽറ്റ ഡബ്ല്യു കാൽക്കുലേറ്റ് ചെയ്യാം. ഡെൽറ്റ ഡബ്ല്യു ഏതാ വരിക, ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ യു. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 110 മൈനസ് 40 വരും. അപ്പോൾ ഏതാ വരിക, 70 വരും. അപ്പോൾ ഏതാ ആൻസർ വരിക, ഓപ്ഷൻ ബി ആണ്, ബോയ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ഓപ്ഷൻ ബി ആണ് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ. 1 മോൾ ഓഫ് an ഐഡിയൽ ഗ്യാസ്. അപ്പോൾ മ്യൂ എത്രയാണ്, 1 മോളാണ് അല്ലേ. എക്സ്പാൻഡ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഓഫ് 300 കെൽവിൻ. അപ്പോൾ ടെമ്പറേച്ചർ 300 കെൽവിനാണ്. ഫ്രം ഇനീഷ്യൽ വോളിയം 10 ലിറ്റർ ടു ഫൈനൽ വോളിയം. അപ്പോൾ V1 എത്രയാണ്, 10 ലിറ്റർ ആണ്. V2 ഫൈനൽ വോളിയം എത്രയാണ്, 20 ലിറ്റർ ആണ്. ദ വർക്ക് ഡൺ ഇൻ എക്സ്പാൻഡിങ് ദ ഗ്യാസ്. അപ്പോൾ ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഏത് പ്രോസസ്സാണ്, ഐസോതെർമൽ പ്രോസസ്സാണ്. ഐസോതെർമൽ പ്രോസസ്സിൽ വർക്ക് ഡൺ ഇക്വേഷൻ ഏതാ, URT ഇൻറ്റു ലോഗ് V2 ബൈ V1. ലോഗ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗ്. അപ്പോൾ ഏതാ വരിക, W ഈക്വൽ ടു മ്യൂ എത്രയാ, 1 മോളാണ് അല്ലേ. 6 പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 8.31. ദെൻ ടെമ്പറേച്ചർ എത്രയാണ്, 300 ഇൻറ്റു ലോഗ് V2 ബൈ V1. V2 എത്രയാണ്, 20, V1 10. അപ്പോൾ 20/10. അപ്പോൾ ഇത് വരിക 8.31 ഇൻറ്റു 300 ഇൻറ്റു ലോഗ് 2. അപ്പോൾ ഇത് വരിക, ഇറ്റ് ഈസ് ഈക്വൽ ടു 8.31 ഇൻറ്റു 300 ഇൻറ്റു ലോഗ് 2 എത്രയാ, 0.693 വരും. അപ്പോൾ ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ
നമുക്ക് കിട്ടുക ഇറ്റ് ഈസ് ഈക്വൽ ടു 1728 കിട്ടും. 1727.6 കിട്ടും. 1727.6. അപ്പോൾ 1727.6 എന്ന് പറഞ്ഞാൽ ഏത് ഓപ്ഷനാണ് വരിക? 1728. 1728 ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കുക. 5ാമത്തെ ക്വസ്റ്റ്യൻ. The specific heat of a gas in an isothermal process. സ്പെസിഫിക് ഹീറ്റ് വരുന്ന ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു എം ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ? അപ്പോൾ ഇതിൽ എസ് നിങ്ങൾ എഴുതിയാൽ ഏതാ ഇക്വേഷൻ വരിക? 1/m ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അല്ലേ? ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള ഐസോതെർമൽ പ്രോസസ്സാണ്. ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഡെൽറ്റ ടി ഏതാ വരിക? 0 ആണ്. ടെമ്പറേച്ചർ മാറുമോ? ഇല്ല. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവും. ഡിനോമിനേറ്റർ 0 ആയ ക്വാണ്ടിറ്റി ഏതാ വരിക? ഇൻഫിനിറ്റി. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ഏതാ ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. An ideal gas at 27 degrees Celsius. അപ്പോൾ ടെമ്പറേച്ചർ ഏതാണ്? 27. അപ്പോൾ എത്ര കെൽവിനാ? 300 കെൽവിൻ. ഈസ് കംപ്രസ്ഡ് അഡിയാബാറ്റിക്കലി, അഡിയാബാറ്റിക് കംപ്രഷനാണ്, ടു 8/27 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വോളിയം. അപ്പോൾ ഒറിജിനൽ വോളിയം ഞാൻ വി എന്ന് എടുത്തു. അപ്പോൾ ഫൈനൽ വോളിയം എത്രയാണ്? 8/27 ആണ് അല്ലേ? ഗാമന്റെ വാല്യൂ തന്നിട്ടുണ്ട്. റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്രയാണ്? 5/3 ആണ്. നമ്മളോട് ചോദിച്ചത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ അഡിയാബാറ്റിക് പ്രോസസ്സിൽ ഏതൊക്കെ തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് വേണ്ടത്? ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഏതാ ഇക്വേഷൻ? TV റേസ് ടു ഗാമ -1 ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ T1 V1 റേസ് ടു ഗാമ -1 ഈക്വൽ ടു T2 V2 റേസ് ടു ഗാമ -1. അപ്പോൾ T1 എത്രയാണ്? 300. V1 എത്രയാണ്? V ആണ്. V റേസ് ടു ഗാമ -1. ഗാമന്റെ വാല്യൂ നമുക്ക് കൊടുക്കാം. ഈക്വൽ ടു T2 ഇൻറ്റു V2 റേസ് ടു ഗാമ -1. V2 എത്രയാണ്? 8/27 V അല്ലേ? റേസ് ടു ഗാമ -1. അപ്പോൾ ഇത് വരിക ഇറ്റ് ഈസ് ഈക്വൽ ടു 300 ഇൻറ്റു വി റേസ് ടു ഗാമ -1 ഇവിടെ ഉണ്ട്, റൈറ്റ് സൈഡ് ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്തു. അപ്പോൾ പിന്നെ ഇവിടെ ബാക്കിയുള്ളത് 300 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് T2 ഇൻറ്റു വി റേസ് ടു ഗാമ -1 കട്ട് ചെയ്താൽ പിന്നെ ഉള്ളത് 8/27 റേസ് ടു ഗാമ -1. ഗാമന്റെ വാല്യൂ എത്രയാണ് തന്നത്? 5/3. അപ്പോൾ 5/3 -1 കറക്റ്റ്. അപ്പോൾ ഇത് വരിക ഇറ്റ് ഈസ് ഈക്വൽ ടു 300 ഈക്വൽ ടു T2 ഇൻറ്റു അല്ലേ 8/27 റേസ് ടു 5/3 -1 എത്രയാണ് വരിക? 2/3 ആണ്. അപ്പോൾ ഇത് വരെ ഇറ്റ് ഈസ് ഈക്വൽ ടു 300 ഈക്വൽ ടു T2 ഇൻറ്റു 8ന്റെ ക്യൂബ് റൂട്ട് 1/3 എന്ന് പറഞ്ഞാൽ അവിടെ ക്യൂബ് റൂട്ട് 8ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 2. 27ന്റെ ക്യൂബ് റൂട്ട് 3 സ്ക്വയർ വരും. 2 അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കുക 300 ഈക്വൽ ടു ഏതാ ഇക്വേഷൻ വരിക? T2 ഇൻറ്റു 2 സ്ക്വയർ 4 3 സ്ക്വയർ 9 അല്ലേ? അപ്പോൾ ഇക്വേഷൻ വരിക T2 ഈക്വൽ ടു T2 ഏതാ വരിക? 9 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 300 ബൈ 4 എത്രയാ? 75. അപ്പോൾ ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ 9 ഇൻറ്റു 5 45 4 675 അല്ലേ? ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏതാ? റൈസ് ഇൻ ടെമ്പറേച്ചർ ആണ്. നേരത്തെ ഉള്ള ടെമ്പറേച്ചർ എത്രയാ?
300 ആണ് അല്ലേ? ഇവിടെ നോക്കുക, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചർ എത്രയാണ്? 300 ആണ്. ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചറോ 675 ആണ്. അപ്പോൾ റൈസ് ഇൻ ടെമ്പറേച്ചർ 675 മൈനസ് 300, അപ്പോൾ എത്രയാ? 375. അപ്പോൾ ഏത് ഓപ്ഷനാണ്? ബി ആണ് വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6 ഓപ്ഷൻ ബി വരും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കുക. The slope of isothermal process and adiabatic process are related. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഐസോതെർമൽ പ്രോസസ് ഏതാണ്? ഗാമ ഈക്വൽ ടു ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ സ്ലോപ്പ് വരുന്നത് -p/v ആണ് അല്ലേ? അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ കേസിലാണെങ്കിലോ അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ വരുന്നത് ഏതാണ്? ഗാമ ടൈംസ് -p/v. അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? അഡിയാബാറ്റിക് പ്രോസസ്സിലെ സ്ലോപ്പ് ഈക്വൽ ടു ഗാമ ടൈംസ് ഐസോതെർമലിലെ സ്ലോപ്പ്. അപ്പോൾ ഏത് ഓപ്ഷനാണ് വരിക? ഓപ്ഷൻ സി വരും അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7 ഓപ്ഷൻ സി വരും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യനിൽ പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ഫോർ an ideal ഗ്യാസ് അണ്ടർഗോയിങ് അഡിയാബാറ്റിക് പ്രോസസ്. അഡിയാബാറ്റിക് പ്രോസസ്സിലെ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നേരത്തെ എഴുതിയതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? p⁻1 - ഗാമ t⁻γ ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ ഏത് ഓപ്ഷനാണ് വരിക? ഓപ്ഷൻ ഡി വരും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 8 ഡി വരും. ക്വസ്റ്റ്യൻ നമ്പർ 9. We consider a thermodynamic system. If delta U represent the increase in internal energy, W the work done by the system. Which of the following statement is true? Delta U അതേപോലെ W. ഡെൽറ്റ യു 0 ആണ് എവിടെ? ഐസോതെർമൽ. അപ്പോൾ അത് പറയണ്ട, അഡിയാബാറ്റിക് പറഞ്ഞാൽ മതി. അപ്പോൾ അഡിയാബാറ്റിക് പ്രോസസ്സ് നമുക്കറിയാം, ശ്രദ്ധിക്കാം. അഡിയാബാറ്റിക് പ്രോസസ്സിൽ നോ ഹീറ്റ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഏതാ? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ 0 ഈക്വൽ ടു ഡെൽറ്റ യു അല്ലേ, പ്ലസ് വർക്ക് ഡൺ ഇവിടെ ഡബ്ല്യു ആണ് കൊടുത്തത്. അപ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു ഏതാ വരിക? -w. അപ്പോൾ ഏതാ ആൻസർ വരിക? ഡെൽറ്റ യു ഈക്വൽ ടു -w. ഏത് പ്രോസസ്സാണ്? അഡിയാബാറ്റിക് പ്രോസസ്സാണ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കുക. എ ഗ്യാസ് ഫോർ വിച്ച് ഗാമ ഈക്വൽ ടു 1.5. അപ്പോൾ ഗാമന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 1.5. സഡൻലി 1.5 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 3/2. എനിക്കിവിടെ സഡൻലി കംപ്രസ്ഡ്, സഡൻ കംപ്രഷൻ അല്ലെങ്കിൽ സഡൻ എക്സ്പാൻഷൻ അത് അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ സഡൻലി കംപ്രസ്ഡ് ടു, അപ്പോൾ വോളിയം ഞാൻ ഇനീഷ്യൽ വോളിയം വി എന്നെടുത്തു. ഫൈനൽ വോളിയം V2 ഈക്വൽ ടു ഏതാണ്? 1/4 ഓഫ് പി. ദെൻ ദ റേഷ്യോ ഓഫ് ഫൈനൽ ടു ഇനീഷ്യൽ പ്രഷർ. അപ്പോൾ P2/P1 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ. പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ ഏത് പ്രോസസ്സാണ്? സഡൻ എക്സ്പാൻഷൻ ആണെങ്കിൽ സഡൻ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഏത് പ്രോസസ്സാണ്? അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ PV⁻γ ഈക്വൽ ടു കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? P1V1⁻γ ഈക്വൽ ടു P2V2⁻γ. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് P2/P1 അല്ലേ? P2/P1 ഏതാ വരിക? V1/V2⁻γ. ഓക്കെ. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു V1 എത്രയാണ്? V1 V ആണ് അല്ലേ? V2 എത്രയാണ്? 1/4V⁻γ. ഗാമ എത്രയാണ്? 3/2. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ 4 കട്ട് ചെയ്തോ, 4 3/2. 1/2 എന്ന് പറഞ്ഞാൽ റൂട്ടാണ്. അപ്പോൾ 2 ക്യൂബ് എത്രയാ? 8. അപ്പോൾ ആൻസർ ഏതാ വരിക? 8:1. അപ്പോൾ ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി വരും. അപ്പോൾ 10ാമത്തത് ഓപ്ഷൻ ഡി.
ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. A sample of gas expands from V1 to V2. The amount of work done by the gas greatest when the expansion is. വർക്ക് ഡൺ നമുക്ക് നേരത്തെ പറഞ്ഞു പി വി ഡയഗ്രത്തിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പറഞ്ഞില്ലേ? പി വി ഡയഗ്രത്തിൽ വർക്ക് ഡൺ ഏതാ? ഏരിയ അണ്ടർ ദ ഗ്രാഫ്. അപ്പോൾ നമുക്കറിയാം ഐസോബാറിക് ഇതാണ്, ഐസോതെർമൽ, അഡിയാബാറ്റിക്, ഐസോകോറിക് അല്ലേ? അപ്പോൾ ഇതിൽ ഏതാ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കൂടുക? ഐസോബാറിക്, ഈ ഗ്രാഫാണ് അല്ലേ? അപ്പോൾ ഐസോബാറിക് പ്രോസസ്സാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് കൂടുക. അപ്പോൾ അവിടെയാണ് വർക്ക് ഡൺ കൂടുതലുള്ളത്. അപ്പോൾ ഏത് ഓപ്ഷനാണ് വരിക? ഓപ്ഷൻ ബി വരും. ഓക്കെ ആണോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The coefficient of performance of a Carnot refrigerator working between 30 and 0 degree. അപ്പോൾ ആൽഫൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ എഴുതിയത് ആൽഫ ഈക്വൽ ടു കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ആൽഫ ഈക്വൽ ടു ഏതാ? T2 ഡിവൈഡഡ് ബൈ T1 മൈനസ് T2 അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു T2 എത്രയാ? T2 എന്ന് പറഞ്ഞാൽ സിങ്കിൻ്റെ ടെമ്പറേച്ചർ 0 അല്ലേ? കുറഞ്ഞ ടെമ്പറേച്ചർ 0 എന്ന് പറഞ്ഞാൽ അത് കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ 273 ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ഡിഫറൻസ്, അത് കെൽവിനിലെടുത്താലും ഡിഗ്രി സെൽഷ്യസിലെടുത്താലും സെയിം ആ വരിക. അപ്പോൾ എത്രയാണ് വരിക? 30. അപ്പോൾ 273 ബൈ 30. അപ്പോൾ ഇത് നിയർലി 9.1 വരും അല്ലേ? അപ്പോൾ ഇതിനോട് ക്ലോസർ ആയിട്ടുള്ള വാല്യൂ എടുത്താൽ മതി. ക്ലോസർ ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാ വരിക? ഓപ്ഷൻ സി വരും. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A Carnot engine working between 300 Kelvin and 600 Kelvin. അപ്പോൾ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ ഏതാണ്? 600 അല്ലേ? സിങ്കിൻ്റെ ടെമ്പറേച്ചർ ഏതാണ്? 300. ആസ് എ വർക്ക് ഔട്ട്പുട്ട് ഓഫ്, അപ്പോൾ വർക്ക് ഡൺ തന്നിട്ടുണ്ട് എത്രയാ? 800 ജൂൾ പെർ സൈക്കിളാണ്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി സപ്ലൈഡ് ടു ദ എൻജിൻ ഫ്രം ദ സോഴ്സ്? അപ്പോൾ Q1 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ഈറ്റ ഈക്വൽ ടു ഏതാ? 1 മൈനസ് T2 ബൈ T1. എഫിഷ്യൻസിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? W ബൈ Q1. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. 1 മൈനസ് T2 ബൈ T1 എത്രയാ? 300 ബൈ 600 ഈക്വൽ ടു W ബൈ Q1. W എത്രയാണ്? 800 ബൈ Q1. അപ്പോൾ ഇത് വരിക 1 മൈനസ് 300 ബൈ 600, 600 മൈനസ് 300 എത്രയാ? 300 ബൈ 600 ഈക്വൽ ടു 800 ബൈ Q1. അപ്പോൾ Q1 വരിക, Q1 ഈക്വൽ ടു 800 അല്ലേ? ഇവിടെ എത്രയാ വരിക? 1/2. ആ 2 അങ്ങോട്ട് പോകും. അപ്പോൾ 2 ഇൻറ്റു 800 എത്രയാ? 1600. അപ്പോൾ നമ്മളെ ആൻസർ വരിക ഓപ്ഷൻ ഡി വരും അല്ലേ? അപ്പോൾ 13ാമത്തത് ഓപ്ഷൻ ഡി. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 14. The temperature of a sink of Carnot engine. അപ്പോൾ സിങ്കിൻ്റെ ടെമ്പറേച്ചർ അറിയാം, T2 എത്ര കെൽവിനാണ്? 27 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 300 കെൽവിൻ. എഫിഷ്യൻസി ഓഫ് എൻജിൻ, അപ്പോൾ ഈറ്റൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാ? 25%. അപ്പോൾ പെർസെൻറ്റേജ് ഒഴിവാക്കിയ 0.25. ദെൻ ടെമ്പറേച്ചർ ഓഫ് സോഴ്സ്, അപ്പോൾ ഈറ്റൻ്റെ ഇക്വേഷൻ ഏതാ? 1 മൈനസ് T2 ബൈ T1 അല്ലേ? അപ്പോൾ ഈറ്റൻ്റെ വാല്യൂ 0.25 ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1. അപ്പോൾ T2 ബൈ T1 ഏതാ വരിക? 1 മൈനസ് 0.25, അപ്പോൾ 0.75. അപ്പോൾ T1 ഈക്വൽ ടു T2 ബൈ 0.75. T2 എത്രയാണ്? 300. അപ്പോൾ 300 ബൈ 0.75.
അപ്പോൾ 300 by 0.75. അപ്പോൾ നോക്കുക 300 by 0.75 എത്രയാണ് വരിക? 400 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ അപ്പോൾ T1 400 ഏതാ വരിക? 400 കെൽവിനാണ് വരിക. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റിയാൽ ഏതാ വരിക? T1 ഈക്വൽ ടു 400 മൈനസ് 273. അപ്പോൾ എത്രയാണ്? 127 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ 14ാമത്തത് ആൻസർ വരിക സി ആണ്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇനി നമുക്ക് പറയേണ്ടത് 15ാമത്തെ ക്വസ്റ്റ്യൻ. എ കാർനോട്ട് എഞ്ചിൻ ആസ് ആൻ എഫിഷ്യൻസി 1/5. അപ്പോൾ η1 എത്രയാണ്? 1/5 അല്ലേ? എഫിഷ്യൻസി ബിക്കം 1/3. η2 എത്രയാണ്? 1/3 ആണ്. When temperature of sink is decreased by 50 Kelvin. അപ്പോൾ ഇവിടെ T2 T ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കേസിൽ T2 എത്രയാണ്? ടെമ്പറേച്ചർ ഓഫ് ദ സിങ്ക് ഈസ് ഡിക്രീസ്ഡ് ബൈ 50 Kelvin. 50 കുറച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിങ്ക്? സിങ്കിന്റെ ടെമ്പറേച്ചർ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈറ്റന്റെ ഇക്വേഷൻ ഏതാ? ഈറ്റ ഈക്വൽ ടു 1 മൈനസ് T2 by T1 അല്ലേ? അപ്പോൾ T2 by T1 ഏതാ? 1 മൈനസ് ഈറ്റ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ എഴുതാം. ഒന്നാമത്തെ ഇക്വേഷൻ T2 എത്രയാണ്? T2 T ആണ് അല്ലേ? by T1 equal to 1 minus eta1. 1 minus 1/5. 1 minus 1/5 means it is 4/5. ഇത് ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ കേസിൽ T2 by T1. T2 എത്രയാ? T minus 50. T1 മാറ്റണ്ടോ? ഇല്ല. ഈക്വൽ ടു 1 മൈനസ് eta2 എത്രയാ? 1/3. അപ്പോൾ 3 minus 1 അപ്പോൾ എത്രയാ? 2/3. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ ഇക്വേഷൻ 2/1 ഏതാ? ഇക്വേഷൻ 2/1 വരിക T minus 50. T1 കട്ട് ചെയ്തു. അപ്പോൾ T minus 50 by T വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് വരിക 2/3 by 4/5. അപ്പോൾ 5 മുകളിൽ പോകും by 4. അപ്പോൾ ഇത് T minus 50 ഈക്വൽ ടു ഇത് ഇക്വേഷൻ വരിക എത്രയാ? 5/6 വരും അല്ലേ? ഒരു 2 കട്ട് ചെയ്തു. അപ്പോൾ 5/6 into T. കറക്റ്റ്. അപ്പോൾ T minus 5/6 T ഈക്വൽ ടു എത്രയാ വരിക? 50. അപ്പോൾ ഇത് എത്രയാ വരിക? 60 minus 5T. അപ്പോൾ എത്രയാ? 1 അല്ലേ? അപ്പോൾ T/6 ഈക്വൽ ടു 50. അപ്പോൾ T എത്രയാ വരിക? T ഈക്വൽ ടു 6 into 50 അല്ലേ? എത്രയാ? 300. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പതിനാറാമത്തെ ക്വസ്റ്റ്യനിലെ efficiency of Carnot engine is 50% when the temperature of the outlet is 500 Kelvin. അപ്പോൾ എഫിഷ്യൻസി എത്രയാണ്? 50%. 50% ആണ് 0.5. ടെമ്പറേച്ചർ ഓഫ് ദ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ സിങ്കിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം. അപ്പോൾ സിങ്കിന്റെ ടെമ്പറേച്ചർ ആണ് തന്നത്. എത്രയാ? 500 Kelvin ആണ്. In order to increase the efficiency up to 60%. അപ്പോൾ ഈറ്റ എഫിഷ്യൻസി നമുക്ക് ഏതാക്കി മാറ്റണം? 60%. 60% എന്ന് പറഞ്ഞാൽ 0.6. Keeping the temperature of the intake the same. അപ്പോൾ ഏത് സെയിം ആണ്? സോഴ്സിന്റെ ടെമ്പറേച്ചർ സെയിം ആണ്. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഔട്ട്ലെറ്റ്? T2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ T1 രണ്ടിലും സെയിം ആണ്. അപ്പോൾ ഈറ്റന്റെ ഇക്വേഷൻ ഈറ്റ ഏതാണ്? 1 മൈനസ് ഏതാ? T2 by T1 അല്ലേ? അപ്പോൾ T2 by T1
ഈക്വൽ ടു 1 മൈനസ് തീറ്റ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ ഏതാ? T2 എത്രയാ? 500 ബൈ T1 ഈക്വൽ ടു 1 മൈനസ് തീറ്റ 1 മൈനസ് 0.5 എത്രയാ? 0.5 എന്ന് പറഞ്ഞാൽ 1/2. ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തത് നോക്കുക. T2 ഏതാ? സിങ്കിന്റെ ടെമ്പറേച്ചർ T2, സോഴ്സ് T1 തന്നെ, മാറ്റില്ല. 1 മൈനസ് ഈറ്റ 2 1 മൈനസ് 0.6 എത്രയാ വരുന്നത്? 0.4. ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ 2/1 എടുത്താൽ ഏതാ ഇക്വേഷൻ 2/1 വരിക? T2/500 അല്ലെ? ഇറ്റ് ഈസ് ഈക്വൽ ടു ഏതാ? 0.4/1/2. അപ്പൊ 0.4 into 2 വരും. എത്രയാണ്? 0.8. അപ്പൊ ഇവിടെ T2 എത്രയാ വരിക? T2 ഈക്വൽ ടു 0.8 into 500. അപ്പൊ 500 into 0.8. അപ്പൊ ഇത് വരിക 400 കെൽവിൻ ആണ്. അപ്പൊ ഏതാ നമ്മളെ ആൻസർ വരിക? ഓപ്ഷൻ ബി വരും അല്ലേ? അപ്പൊ 16ാമത്തത് ഓപ്ഷൻ ബി. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 17. The efficiency of an ideal heat engine working between freezing point and boiling point of water. അപ്പോൾ efficiency eta equal to 1 minus T2/T1. അപ്പോൾ 1 മൈനസ് T2 ഏതാ വരിക? ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി എത്ര കെൽവിനാ? 273 ഡിവൈഡഡ് ബൈ T1 ബോയിലിംഗ് പോയിന്റ് എത്രയാ? 373 കെൽവിൻ. അപ്പൊ ഇത് വരിക 373 മൈനസ് 273 ഇല്ലേ? എത്രയാ? 100 ഡിവൈഡഡ് ബൈ 373. ഓക്കെ. ഇനി എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ഇവിടെ ചോദിച്ചത് പെർസെൻറ്റേജിലാണ്. അപ്പൊ ഇൻറ്റു 100. അപ്പൊ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ ആയി. ഏതാ വരിക? 26.8% വരും. ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ. 17ാമത്തത് ഓപ്ഷൻ എ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A PV graph of an ideal gas cycle as shown here as below. The adiabatic process is described by. അപ്പൊ ഇതൊരു കാർനോട്ട് എഞ്ചിന്റെ സൈക്കിളാണ്. നമ്മൾ കാർനോട്ട് സൈക്കിൾ എന്ന് പറയും. അപ്പൊ ഇവിടെ അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കൂടിയത് ഏതാ? BCയും അതേപോലെ ADയും. ഒന്ന് അഡിയാബാറ്റിക് എക്സ്പാൻഷനും ഒന്ന് അഡിയാബാറ്റിക് കംപ്രഷനുമാണ്. മറ്റേത് രണ്ടും ഐസോതെർമൽ പ്രോസസ്സാണ്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് അഡിയാബാറ്റിക് പ്രോസസ്. അപ്പൊ ഏതൊക്കെയാ? ADയും BCയും അല്ലെ? അല്ലെങ്കിൽ BCയും DAയും. അപ്പൊ ഏത് ഓപ്ഷനാണ്? 18ാമത്തത് സി വരും. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A sample of ideal monatomic gas is taken round the cycle ABCA as shown in the figure. The work done during the cycle. അപ്പൊ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. സൈക്ലിക് പ്രോസസ്സിൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ് എടുത്താൽ മതി. അപ്പൊ ഇവിടെ ട്രയാങ്കിളിന്റെ ഏരിയ ഏതാ വരിക? ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് എത്രയാ? വോളിയത്തിന്റെ വ്യത്യാസം നോക്കുക. 3V മൈനസ് V. അപ്പൊ എത്രയാ? 2V. ഹൈറ്റ് എത്രയാ? പ്രഷറിലെ വ്യത്യാസം നോക്കുക. 4P മൈനസ് P അല്ലേ? എത്രയാ? 3P. അപ്പൊ ഇത് എത്രയാ വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു 2 കട്ട് ചെയ്തു അല്ലേ? അപ്പൊ 3PV വരും. 3PV. ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ തിയറി പറഞ്ഞതാ. എ ഗ്രാഫ് ഓഫ് പ്രഷർ വേഴ്സസ് വോളിയം ഓഫ് an ideal gas for different process is as shown. In the graph curve OC represent. OC ഏതാണ്? OA ഏതാണ്? OA ഇത് ഏതാ? ഐസോബാറിക്. ഇത് ഐസോതെർമൽ. ഇത് അഡിയാബാറ്റിക്. OD ഏതാണ്? ഐസോകോറിക്. അപ്പൊ നമ്മളോട് ചോദിച്ചത് OC. OC ഏതാണ്? അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അപ്പൊ ഏത് ഓപ്ഷനാ? ഓപ്ഷൻ ഡി വരും. ഓക്കെ ആണോ? അപ്പൊ നോക്കുക, ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡെപ്തിൽ ചോദിക്കൂല. ബേസിക് തിയറിനെ ചോദിക്കും.
അപ്പോൾ ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്നൊരു ഭാഗമാണ്. ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഐസോതെർമൽ പ്രോസസ്സും അഡിയാബാറ്റിക് പ്രോസസ്സും, അതിൽ ഇക്വേഷൻ, PV ഡയഗ്രാം, അതേപോലെ വർക്ക് ഡൺ. പിന്നെ ചോദിക്കുക കാർനോട്ട് എഞ്ചിന്, അതേപോലെ റെഫ്രിജറേറ്റർ, അവിടെ എഫിഷ്യൻസിയും അതേപോലെ കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. പിന്നെ ഗ്രാഫിൽ നിന്ന് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം PV ഡയഗ്രത്തിൽ. അത് ഐസോതെർമൽ, അഡിയാബാറ്റിക്, ഐസോകോറിക്, ഐസോബാറിക്. ഐസോകോറിക് നിങ്ങൾക്കറിയാം വർക്ക് ഡൺ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗമാണ് എൻട്രൻസ് എക്സാമിൽ സാധാരണ ചോദിക്കാറുള്ളത്.